പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, പ്രഭാഷകൻ 43:30 തിരുവചനം പറയുന്നു, എല്ലാ കഴിവുകളും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് അതിനും ഉപരിയാണ്. നാം നമ്മുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവത്തെ നാം സ്തുതിക്കണം. പക്ഷേ പലപ്പോഴും നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ മടിയാണ്. സ്തുതിക്കുന്നത്, പ്രത്യേകിച്ചും സ്വരത്തിലൊക്കെ സ്തുതിക്കുന്നത് നമുക്ക് ലജ്ജാകരമായിട്ടും തോന്നാറുണ്ട്. നമ്മിൽ പലരും ചിന്തിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? നാം എന്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? ദൈവത്തെ സ്തുതിച്ചതുകൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? ഇങ്ങനെ ചിന്തിക്കുന്ന ധാരാളം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. ദൈവം സർവാധിപനും സർവശക്തനും നിത്യസ്തുതിക്ക് അർഹനുമാണ്. അതുകൊണ്ടാണ് നാം ദൈവത്തെ സ്തുതിക്കേണ്ടത്. നാം സർവശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും ദൈവത്തെ സ്തുതിക്കണം. അത് നമ്മുടെ കടമയാണ്. നാം ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും ഒരു സംതൃപ്തിയും ഉണ്ടാകുന്നത്. സ്തുതിക്കുന്നത് അഭിമാനമായിട്ടാണ് നാം കാണേണ്ടത്. നാം സ്തുതിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടുവാനുള്ളൊരു ശക്തി, ഒരു ധൈര്യം നമുക്ക് കിട്ടും. അതുപോലെ നമ്മുടെ ഹൃദയത്തിലെ പല ബന്ധനങ്ങളും തകരുകയും മനസ്സമാധാനവും രോഗശാന്തിയും നമുക്ക് ലഭിക്കുകയും ചെയ്യും. സങ്കീർത്തനം 103:3 സങ്കീർത്തകൻ പറയുന്നുണ്ട്, കർത്താവിനെ സ്തുതിക്കുമ്പോൾ അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെടുന്നു, രോഗങ്ങൾ സുഖമാക്കപ്പെടുന്നു എന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാകുമ്പോൾ പലപ്പോഴും നല്ലൊരു വീട്, വാഹനം, നല്ല ജോലി, അങ്ങനെയുള്ള ഭദ്രത നമ്മളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അഹങ്കാരം നിറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തെ മറന്ന് ജീവിക്കുവാനും ദൈവത്തെ സ്തുതിക്കുന്നത് ലജ്ജയായിട്ട് തോന്നുകയും ചെയ്യും. എല്ലാം എൻ്റെ കഴിവുകൊണ്ട് ഞാൻ പരിശ്രമിച്ച് ഉണ്ടാക്കിയതാണ് എന്നുള്ളൊരു ബോധ്യത്തിലേക്കും ആ ഒരു ചിന്തയിലേക്കും വരുമ്പോൾ നമുക്ക് എളിമപ്പെടാൻ സാധിക്കുകയില്ല. നമ്മുടെ ഹൃദയത്തിൽ അഹങ്കാരം നിറയും. ദൈവത്തോട് നന്ദി പറയുവാനോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ അപ്പോൾ നമുക്ക് സാധിക്കാതെ വരും. നമ്മിൽ പലരും ദൈവത്തെ സ്തുതിക്കാൻ മറന്നു പോകുന്നവരാണ്. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലെ അഹങ്കാരമാണ് നമ്മെ എളിമപ്പെടാൻ ഇടയാക്കാത്തത്. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണെന്ന് തിരുവചനം പറയുന്നുണ്ട്. നാം എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം താഴ്മയുള്ളവരും എളിമയുള്ളവരുമായി മാറണമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യും. ദൈവത്തെ സ്തുതിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം, ഐശ്വര്യം, ദാനം എല്ലാം ലഭിക്കുന്നുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തോട് നന്ദി പറയുവാനും സ്തുതിക്കുവാനും നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. സ്വർലോകത്തിൽ ദൈവത്തെ നിത്യം സ്തുതിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നാം. എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കണം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.